നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടുക്കാൻ കൂടിയായിരുന്നോ? ഇന്നില്ലേ, ഞാനിപ്പോൾ ഒത്തിരി കാലം കൂടി ഒരു സാരി കാണിക്കുക, റെഡി ടു വെയർ. ഇപ്പൊ പിള്ളേരെല്ലാം എന്നാ പറയുക, ഫംഗ്ഷന് വരുമ്പോൾ സാരി ഉടുക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നെ പോലെ സാരി ഉടുത്ത് വെക്കാൻ ഭയങ്കര മടിയുള്ളവരുണ്ട്. എന്നാൽ സാരിയൊക്കെ ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് വലിച്ചുകൊണ്ട് നടക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഉടുക്കാനൊക്കെയുള്ള കംഫർട്ട്, അത് ഉടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കംഫർട്ട് പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ഉടുക്കാൻ കേട്ടോ, എല്ലാവർക്കും എളുപ്പം. അതാണ് എൻ്റെ ഇതാണ് സാരി. ഇത് റെഡി ടു വെയർ ആണ്. സാരി ഞാൻ നേരത്തെ ഡ്രേപ്പ് ചെയ്ത് കാണിക്കുമായിരുന്നു, അതുകൊണ്ട് ഒറ്റ ഡെമോ പോലും വെച്ച് നോക്കാതെയാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഈ സാരി നിങ്ങളുടെ മുന്നേ വെച്ച് നോക്കുന്നത്. എൻ്റെ ഒരു ധൈര്യം സമ്മതിക്കണം അല്ലേ, തൊലിക്കട്ടി ഇത്തിരി ലേശം കൂടി. ഇത് കണ്ടോ, നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ വെച്ച് ഇങ്ങനെ കൊത്തി വെക്കുക. ഇവിടുന്ന് ഇവിടം വരെ ഉണ്ട് അതിൻ്റെ ക്ലിപ്പ്. വണ്ണം എന്തോരം ഉണ്ടോ അത്രയേ അനുസരിച്ച് കുത്തി വെക്കുക. എനിക്കിപ്പം വണ്ണം കറക്റ്റൊക്കെ കുത്തി വെച്ചാൽ മതിയേ. എന്നിട്ട് അതിനെ സെൻറ്ററിൽ കൊണ്ടുവരിക. കൂട്ടൊരു സാരി എടുത്ത് കൊടുത്താൽ ഒത്തിരി പറഞ്ഞു കേട്ടോ. വിഷുവിന് ഇവരെല്ലാം സാരി എടുത്ത് ഒക്കെ വന്ന്, ഞാൻ മാത്രം സാരി എടുത്തിട്ട് ഒരു സാരി എടുത്ത് കൊടുക്കുക. ഇങ്ങനൊന്നും അല്ല, ഇങ്ങനെ നമ്മൾ പിടിച്ചൊക്കെ ഇടണം. ഇങ്ങനെ നല്ല രീതിക്ക് അകത്തോട്ടൊക്കെ പിടിച്ചൊക്കെ ഇട്ടിട്ട് സാരി കഴിഞ്ഞു, സാരിയുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ തുമ്പ് ഇത്രയും ഇങ്ങനെ ഒന്ന് പിടിക്കാൻ പാകത്തിനുള്ള രീതിക്ക് എത്രയും തുമ്പ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇച്ചിരി കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് അകത്തേക്ക് വലിച്ചു വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. എനിക്ക് അതിനെപ്പറ്റി വലിയൊന്നും പറഞ്ഞു തരാൻ അത്ര എക്സ്പെർട്ട് അല്ല ഞാൻ കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. ഉണ്ട്, സാരി എടുത്തു കഴിഞ്ഞു. ഇതാണ് സാരി. ഇതിന്റെ ബ്ലൗസ്, ഇതിന് ശരിക്കും ബ്ലൗസ് ഇല്ല. റണ്ണിങ് അല്ല, ബ്ലൗസ് വിത്ത് ബ്ലൗസ് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ഇപ്പൊ നമുക്ക് എന്നാ പറയുന്നേ, റെഡിമെയ്ഡ് ബ്ലൗസ് ധാരാളം നിങ്ങൾ വാങ്ങിച്ചില്ലേ, അതൊക്കെ ഇട്ടാൽ മതി. നല്ല രസം. സാരി ഉടുത്തപ്പോ അല്ല, സാരി ഉടുക്കാനുള്ള ഒരു സുഖം. എന്നെ എളുപ്പമല്ലേ, ഇങ്ങനെ ഉടുത്തോണ്ടെങ്കിൽ പോയാൽ മതി. ഒരു പാടുമില്ല. അവിടെ ഇവിടെ പിടിച്ചു കെട്ടിയതില്ല, അവിടെ ഇവിടെ പിന്നു കൂത്തണ്ട, 15,000 പിന്നു കൂത്തണ്ട. ഞാനൊക്കെ ഉടുത്താണ്ടല്ലോ, ഒരു കട ഇരിക്കാനുള്ള അത്രയും പിന്നും കാണും. ഇങ്ങനെ ഇടുക, എങ്ങനെ വേണേലും ഇടാം. കണ്ടോ, ഇതാണ് സാരി. ഇതിപ്പോ തുമ്പ് ഇറങ്ങി കിടക്കുന്നവർ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ തുമ്പ് ഇവിടേക്ക് വലിച്ചുണ്ടല്ലോ, ഇങ്ങനെ അകത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടോ. അത് അഡ്ജസ്റ്റ് ചെയ്യാം. പ്ലീറ്റ്സ് ഒക്കെ നോക്ക്, ചില നടിച്ച് കാണിച്ചു. ഇതുണ്ടോ, പ്ലീറ്റ്സ് ഒക്കെ ഇത്രയും കിട്ടുകയും ചെയ്യും. തീരെ പ്ലീറ്റ്സ് ഒന്നും കുറവല്ല. നമ്മളൊരു നോർമൽ സാരി ഉടുക്കുന്ന അത്രയും പ്ലീറ്റ്സ് കിട്ടും. ഇതിപ്പം നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഈ സാരിയെ. പിന്നില്ലേ, ഇതിനെപ്പറ്റി പല സംശയങ്ങളും നിങ്ങൾക്ക് വരും. വണ്ണം ഉള്ളവർക്ക് പറ്റുമോ, വണ്ണം ഇല്ലാത്തവർക്ക് പറ്റും. ഇപ്പോൾ അങ്ങനെ ഇല്ലെന്നായിരിക്കും, ഇപ്പം എല്ലാവർക്കും അറിയാം. കാരണം ഇത് കണ്ടോ, ഇതിങ്ങനെ ഇവിടം വരെ ഇങ്ങനെ പോയിരിക്കുക. വണ്ണത്തിനനുസരിച്ച് കുത്താം, ഇങ്ങനെ നമുക്ക് കുത്താം. ഇനി അഥവാ നമ്മുടെ വണ്ണം കഴിഞ്ഞിട്ടും ഇത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ടൊരു ഹുക്ക് പിടിപ്പിച്ചാൽ മതി, എന്നിട്ട് കുത്താം. ഇനി അതിൻ്റെ ഷെയ്ഡ്സ് കാണിക്കും. ഇനി ഞാൻ ഓരോന്നും എടുത്ത് കാണിക്കണ്ടല്ലോ, എന്നാൽ പിന്നെ അടിപൊളിയായിരിക്കും. ഡാർക്ക് വൈറ്റ്, എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡ്സാ. ഇതിങ്ങനെ ഇളകിപ്പോകുന്നൊന്നും അല്ല കേട്ടോ. ഇത് കണ്ടോ, ഞാൻ എൻ്റെ മാക്സിമത്തെ വെച്ച് ചിരണ്ടുക. ഇളകി പോകുന്നൊന്നുമല്ല. കയ്യെ പിടിക്കുകയോ ഗോൾഡ് ഇങ്ങനെ കൊള്ളുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനത്തേതല്ല ഇത്. പ്രിന്റ് പോലെയാന്ന് തോന്നുന്നു. പ്രിന്റ് അല്ല, ഇങ്ങനെ ഒരു സ്റ്റാമ്പ് പോലെ ഇങ്ങനെ ചെയ്തിരിക്കുക. അതാണ് അടുത്ത കളറ്, ഡാർക്ക് വയലറ്റ് ഷെയ്ഡ്. ഇത് കണ്ടോ, ഇവിടുത്തെ കളർ നോക്കിയാൽ മതി, ഈ ടാസിലിന്റെ കളർ നോക്കിയാൽ മതി. അതിന്റെ ഡാർക്ക്, പർപ്പിളിന്റെ ഡാർക്ക് കണ്ടോ. ഏത് വേണേലും എടുത്തു. ബ്ലൗസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിന്റെ പ്ലെയിൻ ബ്ലൗസോ, എന്നിട്ട് കയ്യിലൊരു ഞാൻ തന്നെ തന്നിട്ടുണ്ട് കയ്യെ ബോർഡറുള്ള ബ്ലൗസോ. ഇതിന്റെ ഈ ബ്ലൂവിന്റെ ഒക്കെ ഞാൻ തന്നെ ഓൺലൈനിൽ സെയിൽ ചെയ്തിട്ടുണ്ട്. അതുള്ളവർ അത് എടുക്കാം, അല്ലാത്തവർക്ക് ഒരു ബ്ലൗസ് എടുത്താൽ മതി. ഒരു സ്ലബ് സിൽക്കിന്റെ ഒരു ബ്ലൗസ് ഒക്കെ എടുത്താൽ മതി, നല്ല ഭംഗിയായിരിക്കും. എന്നിട്ട് അല്ലെങ്കിൽ ഇതിന്റെ തന്നെ ബ്ലൗസ് അറ്റത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, കാരണം റെഡി ടു വെയർ അല്ലേ. പറ്റുമോ? ഐഡിയ ഉള്ളവർക്ക് എന്തും പറ്റും. എനിക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. ഇത് കറുപ്പ്, നല്ല ഡാർക്ക് ജെറ്റ് ബ്ലാക്ക്, എന്ത് രസമായിരിക്കും എന്നറിയോ. ഇതിന് പറ്റുന്ന ബ്ലൗസ് ഞാൻ തന്നിട്ടുണ്ട്, 6 ആഗ് പ്രിന്റുള്ള, നല്ല രസമായിരിക്കും. ഇതെല്ലാം ബ്ലൗസും. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ കമന്റ് വരും, അല്ലെങ്കിൽ പിന്നെ എനിക്കെന്തോ അയ്യോ, ഇന്ന് എനിക്ക് ആരോ ഒരാള് മൈഗ്രെയിൻ്റെ
ഒരു ദൈസ് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മൈഗ്രെയിനെ പറ്റി വരെ കൺസേൺ ആയിട്ടിരിക്കുന്ന അതെനിക്ക് ഞാൻ ഓർക്കുവാണേ, എനിക്ക് മൈഗ്രെയിൻ ഉണ്ടെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ ഓർക്കാനും അതെനിക്ക് അയച്ചു തരാനും തോന്നിയപ്പോൾ ഇപ്പോൾ എന്നെ എന്തോരം ചിന്തിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഒത്തിരി നന്ദി കേട്ടോ. ഞാൻ ആദ്യം ദൈവത്തിനാണ് നന്ദി പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എനിക്ക് തന്നല്ലോ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എനിക്കൊരു കസ്റ്റമറായിട്ട് കിട്ടിയല്ലോ. അത് ബിസിനസ് അല്ല, അത് എവിടെയോ ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നു, എന്നോട് സ്നേഹം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ്. ചേച്ചിയുടെ പേര് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ചേച്ചിക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇത് റാണി പിങ്ക് ഒരു വീഡിയോ ഫുൾ അയച്ചു തന്നിരിക്കുക. അത് ഒത്തിരി പേർക്ക് ഫലപ്രദമായി എന്ന് തോന്നുന്നു. മൈഗ്രെയിൻ വിദ്യയ്ക്കോ വിദ്യ വേണമെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കാനൊക്കെ പറഞ്ഞു അതേപടി അയച്ചു തന്നിരിക്കുക കേട്ടോ. ഞാനുണ്ടല്ലോ മൈഗ്രെയിൻ ഒത്തിരി ഈ ലോകത്തുള്ള പരീക്ഷണം മുഴുവൻ നടത്തി. ഇപ്പോൾ പക്ഷെ തമ്പുരാൻ്റെ കൃപ കൊണ്ട് എനിക്കതൊക്കെ ഇപ്പം എന്താ അതൊന്നും ഒരു പ്രശ്നമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അംഗീകരിച്ചു. വരുമ്പോൾ റെസ്റ്റ് എടുക്കും, അല്ലാതെ ഇപ്പം എന്നാ ചെയ്യാനാ. ഇതിൻ്റെ കളർ എന്നാ രാമാഗ്രീൻ്റെ ഡാർക്ക് അല്ലേ, രാമഗിരിയുടെ ഡാർക്ക്. എൻ്റെ മുഖമൊക്കെ ഭയങ്കരമായിട്ടിരിക്കുന്നത് അല്ലേ. ഇനി ഒരു സെമി മൊഡാൾ സാരി കാണിക്കാം കേട്ടോ. മൊഡാൾ സാരി പല റേറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം മൊഡാളിൻ്റെ ഗോൾഡൻ ഇത് വന്നേക്കുന്ന സാരി കാണിച്ചില്ലേ, മൊഡാളിൻ്റെ റേറ്റ് ഉള്ള സാരി. ഇതിപ്പോൾ മൊഡാളിൻ്റെ റേറ്റ് കുറഞ്ഞ സാരി, പോൾക്കാ ഡോട്ട്സ് വരുന്ന കണ്ടോ. ഈ അജ്രക്കെന്ന് പറയാം, പ്യുവർ അജ്രക്ക് പ്രിന്റ് എന്ന് പറയുന്നില്ല. അങ്ങനത്തെ മുന്താണി വരുന്ന പോൾക്കാ ഡോട്ട്സ് വരുന്ന, ഇതും രാമാഗ്രീൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ്. ബ്ലൗസും അത് തന്നെ വരും. ഇത് കണ്ടോ, ബ്ലൗസ് ഇത് വരും. അപ്പം നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ലൈനിങ് ഇട്ടിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇനി അതാ നിങ്ങൾക്ക് അത് ലൈനിങ് ഇട്ട് തയ്ക്കാൻ അങ്ങനെ താല്പര്യമില്ല, അല്ല ലൈനിങ് ഇട്ട് തയ്ക്കാൻ നല്ല ബ്ലൗസ് അത് തയ്ക്കാൻ താല്പര്യമില്ല, അതിട്ട് തയ്ക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ തന്നെ ബ്ലൗസ് വരുമ്പോൾ അതിനൊരു പ്രത്യേക ചേലാണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ഇടാം. നല്ല രസമാണ്. സെമി മൊഡാൾ എന്ന് പറയുമ്പോൾ ഓർക്കണം, മൊഡാളിൻ്റെ പ്യൂറിന് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് നാച്ചുറൽ ഡൈ ഒക്കെ വരുന്നതിന് 4500 5000 രൂപയാണ് റേറ്റ്. അപ്പോൾ അതിൻ്റെ റേറ്റും ഈ റേറ്റും കൂടെ വെച്ച് നോക്കിയിട്ടേ നിങ്ങൾ ആ മൊഡാളിനെ എക്സ്പെക്ട് ചെയ്യാവുള്ളതാണ് എൻ്റെ വിനീതമായ അപേക്ഷ. ഗ്രീൻ കണ്ടോ, ആ പോൾക്കാ ഡോട്ട്സ് ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഈ ബുട്ടായ ആണെങ്കിലും ഭയങ്കര ഭംഗിയാണ്. ബോഡിക്ക് ബുട്ടായ ഉള്ളതിനൊരു പ്രത്യേക ഒരു എടുപ്പാണ്. ഞാൻ ഈയിടെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. ഇങ്ങനെയാന്ന് ചോദിച്ചാൽ വായി നോക്കി അത്രേ ഉള്ളൂ. വായി നോക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ എവിടെയെങ്കിലൊക്കെ യാത്രയൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ ആൾക്കാരെയൊക്കെ നോക്കുമ്പോൾ പല ഡ്രസ്സ് നമ്മളിപ്പോൾ അതേ നോക്കുള്ളൂല്ലോ. അപ്പം അങ്ങനെ ഇട്ടാൽ നല്ലതാണ്, ഇങ്ങനെ ഇട്ടാൽ നല്ലതല്ല എന്നുള്ള ഒരു കണ്ടെത്തൽ. പർപ്പിൾ കേട്ടോ, നല്ല സുഖമായിട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്ത് റെഫ്യൂസ് വേണം ചെയ്തോ. പ്യുവർ മൊഡാളിനെ സൂക്ഷിച്ച് കരുതി കുഞ്ഞുവാവേനെ കൊണ്ടു നടക്കുന്നവരൊന്നും കൊണ്ടു നടക്കണ്ട. എന്ത് റെഫ്യൂസ് വേണം ചെയ്താലും കുഴപ്പമില്ല, ശരീരത്തിന് നല്ല സുഖമാണ്. പിന്നെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുകയും ചെയ്യും. ഇനി ഒത്തിരി കാലമായിട്ട് കാണിക്കാതിരുന്ന ഒരു സാരി സെമി ടസർ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉള്ള ഒത്തിരി സമയങ്ങൾ വരിക, കല്യാണങ്ങളോ അങ്ങനെ ഇങ്ങനത്തൊക്കെ വരുമ്പോഴത്തേനും ഗിഫ്റ്റ് കൊടുക്കാൻ, റിലേറ്റീവ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ, അല്ലാതെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ, അങ്ങനെയൊക്കെ ഒത്തിരിയുള്ള കാര്യങ്ങൾ വരുമ്പം പറ്റിയ സാരിയാണ്. നല്ല അസൽ ടസറിൻ്റെ റിപ്ലിക്ക ആയിട്ടുള്ള സെമി ടസർ സാരി. നിങ്ങൾ നോക്കും, ഇത് നിങ്ങളുടെ കൈക്കിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ടസറുമായിട്ട് എന്തോരം സാമ്യമാണ്. സെമി പ്യുവർ ടസറുമായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും ഞാൻ പറഞ്ഞു, പ്യുവർ ടസറും നമ്മൾ പർച്ചേസിന് പോകുമ്പോൾ പ്യുവർ ടസറും ഇതും ഇരിക്കുന്ന സ്ഥലം എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ മാറിപ്പോകുന്നില്ല. അത്രയ്ക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഞാൻ എന്നിട്ട് ചോദിക്കും, എന്തിനാ നിങ്ങൾ ഇത് രണ്ടും കൂടെ വെക്കുന്നത്? രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതല്ലേ എടുക്കൂടൂ. അതിന് 4000-5000 രൂപ റേറ്റ്, ഇതിന് ഇത്രയും രൂപ റേറ്റ്. അപ്പോൾ പിന്നെ ആരെങ്കിലും അത് എടുക്കുന്നവരുണ്ട് കേട്ടോ. പ്യുവറിന് എപ്പോഴും അതൊരു കാര്യമാണ്. പ്യുവറിന് എപ്പോഴും അതിൻ്റെതായ ഒരു ഇതുണ്ട്, എന്തായാലും ഉണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ 4000-5000 രൂപയ്ക്കും ഡിഫറൻസ് നല്ലവരുണ്ട്. അത് നമ്മൾ ഓർക്കണം. ഓർക്കുമ്പോൾ എല്ലാം ഓർക്കണം കുട്ടിയെ. പിശുക്കല്ല നമ്മളുണ്ടല്ലോ, ഇങ്ങനെ വെച്ച് ഞാൻ അതിനെ പിശുക്കെന്ന് പറയില്ല. നമ്മൾ കുറച്ച്
മിതമായിട്ടുള്ള ഒരു ചെലവാക്കൽ അങ്ങനെയാ പറയുന്നത്. കുറേ കാശ് അങ്ങോട്ട് മുടക്കി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നു എന്നുള്ളതല്ല. കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാകണം, അത് പിന്നീട് വേസ്റ്റ് ആയിട്ട് പോകരുത്. അങ്ങനെയൊക്കെ ഉള്ളത് എൻ്റെ ഒരു പോളിസി അങ്ങനെയാണ്. ഞാനിതാ പറയുന്നത്. അതിന് പിശുക്കെന്നല്ല പറയുന്നത്. എങ്ങനെ എല്ലാം പട്ട് മാത്രമേ ഇടുള്ളൂ, എല്ലാം മോഡാള് മാത്രമേ ഇടുള്ളൂ, എല്ലാം സിൽക്ക് മാത്രമേ ഇടുള്ളൂ, അതെല്ലാം ടസർ മാത്രമേ ഇടുള്ളൂ. അത് ആകുന്നവരായിരിക്കും. ചിലരുടെ മനസ്സിൻ്റെ സംതൃപ്തിയാണല്ലോ പ്രധാനം. പക്ഷേ നമ്മൾ പൈസ വേസ്റ്റാക്കി കളയരുത്. എന്തോരം ആൾക്കാർ 100 രൂപയ്ക്ക് 200 രൂപയ്ക്കും എന്തോരം കിടന്ന് കഷ്ടപ്പെടുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഓർത്താൽ മാത്രം മതി. നമ്മൾ ഓരോ പൈസയും വെറുതെ ചിലവാക്കുമ്പോൾ നമ്മൾ അത് മാത്രം ഒന്ന് ഓർത്താൽ മതി എന്ന് ഞാൻ പറയുന്നു കേട്ടോ. എൻ്റെ ആദർശമൊന്നും പറയുന്നില്ല, സത്യമായിട്ടും പറയുന്നത്. എൻ്റെ ചിന്താഗതി ഞാൻ പറയും. മെറൂൺ പറയത്താനും കൂടിയിട്ട് എന്നെ കളർന്നോറും പറയുന്നില്ല. എൻ്റെ പൊന്നോ ബ്ലൗസ് ബ്ലൗസ് ഇതുവരെ കാണിച്ചിട്ട് പോലും എന്നെ കൂടെ തട്ടിക്കൊല്ലി. മുന്നേ നിന്നപ്പോൾ ഞാൻ പറയാന്നില്ലായിരുന്നു. ഇപ്പം ഞാനുണ്ടല്ലോ അത് പോയി. ബ്ലൗസ് പ്ലെയിൻ ആട്ടോ. ഇത് ഒന്നുമില്ല, സെയിം ആണ് ബ്ലൗസ്, സെയിം സ്റ്റഫ്, സെയിം ബ്ലൗസിൽ. ഇതിലൊരു സെൽഫ് പ്രിന്റും ഒരു ലൈൻസും പോകുന്ന കണ്ടോ? ഇങ്ങനെ ലൈൻസ് പോകുന്നുണ്ട്. ചെറിയൊരു വീവിങ് ആയി, ഇങ്ങനെ ഒരു പ്രത്യേക ഒരു വീവിങ് ആയി ഇങ്ങനെ. ഇതും സെൽഫ് പ്രിന്റും ഉണ്ട്. അത് ബ്ലൗസിനില്ല. എല്ലാത്തിൻ്റെയും ബ്ലൗസ് ഒന്ന് തന്നെ കേട്ടോ. അപ്പീലെടുത്തു ബ്ലൗസ് കാണിക്കാത്തതിന്. നല്ല പേസ്റ്റൽ കളറുകളാണ് എല്ലാം നല്ല പേസ്റ്റൽ കളറുകളാണ്. പേസ്റ്റൽ കളറുകൾ എടുക്കുന്നതല്ലേ നല്ലത്, ഒരു വെറൈറ്റി ആയിട്ട് ഇരിക്കുമല്ലോ. ഇപ്പോൾ ഓനിയൻ്റെ ഒരു ഷെയ്ഡ് ഒത്തിരി നൂർത്ത് കാണിക്കാത്ത ഒന്നും ഓർക്കല്ലേ, ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഫുള്ള് നൂർത്ത് കാണിച്ചാലും കാണിച്ചില്ലേലും അങ്ങനെ തന്നെയാണ്. ഒത്തിരി ഉണ്ട് ഇതിൻ്റെ കളറുകൾ. പിങ്ക്, ലൈറ്റ് പിങ്ക്. ചിലർക്കുണ്ട് ഒരു കളർ കിട്ടുക, ആ കളർ മാത്രം മതി, ആ കളർ വരുമ്പം പറയണേ എന്ന് പറയാം. അതെന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നുമില്ല, ചിലപ്പോൾ ആ കളറിനോടുള്ള ഇഷ്ടമായിരിക്കും. ലൈറ്റ് പിങ്ക്, നല്ല കളർ തോന്നിക്കുന്ന കളർ. ബ്ലൗസ് കാണിക്കാത്ത ഒന്നുമില്ല, ഇതിൻ്റെ തന്നെ പ്ലെയിൻ ആട്ടോ ബ്ലൗസ്. സെയിം സ്റ്റഫ്, സെയിം കളറ്, ഇതില്ലെന്ന് മാത്രം. എന്നാ പറയാ, സെൽഫ് ഡിസൈൻ. ഇത് പീച്ച്, ചാമ്പയ്ക്ക പീച്ച് എന്നൊക്കെ പറയുന്ന ഒരു പീച്ച്. പക്ഷെ ഭയങ്കര കടുത്ത പീച്ചല്ല, ഡാർക്കല്ല, ലൈറ്റും അല്ല, നല്ലൊരു പീച്ചാട്ടോ. പീച്ച് എന്നൊരു കളർ പറഞ്ഞാൽ തന്നെ എത്ര ഷെയ്ഡുണ്ട് അല്ലേ. അതുപോലെ പച്ച എത്ര ഷെയ്ഡുണ്ട്. ഒനിയൻ പിങ്ക് എത്ര ഷെയ്ഡുണ്ട്. ഞാനാണ് ചിന്തിക്കുന്നത്, ഒനിയൻ പിങ്ക് എന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒനിയൻ്റെ എവിടെയൊക്കെ ചിന്തിക്കും അല്ലേ. ഒനിയൻ്റെ എന്നാ തൊലി കളഞ്ഞ തൊലി തൊട്ടും കൊണ്ട് ചിന്തിക്കാൻ നമ്മൾ ഏറ്റവും അകത്ത് വരുമ്പോൾ വൈറ്റ് പോലല്ലേ വരുന്നത്. അതൊക്കെ ഒനിയൻ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. എന്നാ പൊട്ടത്തരമൊക്കെയാണോ ചിന്തിച്ച് വിട്ടുന്നത്. പൊട്ടത്തരം ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റാണോ കുട്ടി? ഇതിന് ലാവണ്ടറിന്റെ ഡാർക്ക്, ലൈലാക്ക്, ലാവണ്ടർ, അങ്ങനെ പലരും പല കളറാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇട്ടേക്കുന്ന അത് മുന്തിരി കളർ എന്ന് വേണേൽ പറയാം. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന കുർത്തിയുടെ കളർ മുന്തിരി കളറാണ്. അതിൻ്റെ ഒരു ഡാർക്കല്ല, ലൈറ്റ്. ഞാൻ ഇട്ടേക്കുന്ന ഡാർക്ക്. ഇതിപ്പം വന്നിട്ട് ഒനിയൻ്റെ ഡാർക്ക്, അത് തന്നെ ഒനിയൻ്റെ ഡാർക്ക് ഒനിയൻ. ചില ഒനിയൻ വെളുത്തിരിക്കുകയില്ലേ നമ്മൾ ഇങ്ങനെ ഇത് പീൽ ചെയ്യുമ്പോഴല്ല എന്താ കട്ട് ചെയ്യുമ്പോൾ. ഇത് ചിലത് ചുവപ്പ് കിട്ടത്തില്ല. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഈ സവോള വാങ്ങിക്കുമ്പോൾ ചുമന്നിരിക്കണം, അത് അരിഞ്ഞ് വെച്ച് ചുമന്ന് കാണണം. എന്തിനാണെന്ന് എനിക്കതൊക്കെ അങ്ങനത്തെ ചില പരിപാടികളൊക്കെ ഉണ്ട്. ചുമന്നിരിക്കുന്നത് വേണം. ഒരു കാലത്ത് എപ്പോഴും വരുന്നത് ഒരു സൈസ് വൈറ്റ് കളർ പോലത്തെ ആയിരുന്നു. അപ്പം ഞാൻ പറയാം, ഇതെന്തുവാ ചുമപ്പില്ലേ, ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ബ്ലാക്ക് മുട്ട വരെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ പറയുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ വലിയ പാടാണ്. അങ്ങനെ എല്ലാത്തിനും കയറി തലയിടുമൊന്നും വേണ്ട. ദൈവം തമ്പുരാനെ വിശ്വസിച്ചാൽ മതി, അല്ലാതെ എല്ലാത്തിനെയും ഒന്നും കയറി അങ്ങനെ വിശ്വസിക്കണ്ട. അയ്യോ എൻ്റെ തലയിലിരിക്കുന്നുണ്ടോ ബ്ലാക്ക്. നല്ല ജെറ്റ് ബ്ലാക്ക് കേട്ടോ, നല്ല ഡാർക്ക് ബ്ലാക്ക്, നല്ല രസമായിരിക്കും. ടീച്ചർമാര്, ഡോക്ടർമാര്, ലെക്ചർമാര്, പ്രൊഫസർമാര്, അങ്ങനെ അല്ലാത്തവരാരും എടുക്കരുതെന്നല്ല പറയുന്നത്. അവർക്കൊക്കെ ഞാൻ പറയില്ലേ, ലളിതം സുന്ദരം എന്ന് പറഞ്ഞവർ, അവരൊക്കെ അങ്ങനത്തെ ഒരു കാറ്റഗറി ഇടുന്നല്ലോ. ഭയങ്കര തിളങ്ങി അങ്ങനെയല്ല, പക്ഷെ ഒരു സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റൈലിൽ അങ്ങനെയാണല്ലോ അവരുടെ ഓരോ സ്ഥാനത്തിരിക്കുന്നവർക്ക് ഓരോ വേഷവിധാനങ്ങളുണ്ടല്ലോ. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെയുള്ളവർക്കൊക്കെ
പറ്റുന്ന സാരിയാണ്. ഡെയിലി ഉടുക്കേണ്ടപ്പോൾ ഒത്തിരി ബഡ്ജറ്റ് കൂടുതലുള്ളത് വേണ്ട താനും. എല്ലാ ദിവസവും 5000 രൂപയുടെ സാരി ഉടുക്കുന്നവർ കാണൂല്ലേ? ലൈറ്റ് ലാവണ്ടർ. അപ്പോൾ ഇന്നത്തെ അത്രയേ ഉള്ളൂ. എല്ലാ സാരികളും നല്ലതായിരുന്നു. എന്നാ പറയുന്നേ, നമ്മുടെ റെഡി ടു വെയർ സാരി ഒത്തിരി നല്ലതായിരുന്നു. നിങ്ങൾ ഒത്തിരി കാലം കൂടി ഞാൻ കാണിച്ചത്. അന്നൊക്കെ നേരത്തെയൊക്കെ ഡെയിലി മിക്കപ്പോഴും കാണിക്കുമായിരുന്നു റെഡി ടു വെയർ സാരി. അന്ന് ഒത്തിരി ആൾക്കാർക്ക് ആവശ്യമുണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാർ അതിൻ്റെ ആവശ്യക്കാരുമായിരുന്നു. ഒത്തിരി ഉപകാരമുള്ളൊരു സാരിയാണ്. പിന്നെ ടസർ, സെമി മോഡാള് എല്ലാം നല്ല സാരികളാണ്. വേണ്ടവർ വേഗം വേഗം വാങ്ങിച്ചോളുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.